എന്താ ചെയ്യേണ്ടത്? തത്, ആ കവറ്, ത്വം, നീ, പൂഷൻ, സൂര്യപ്രകാശം പോലെയുള്ള അറിവ് കൊണ്ട് അപാവൃണു, ആ കവർ എടുത്ത് മാറ്റുക. എന്തിനാണ്? സത്യധർമായ ദൃഷ്ടയേ. സത്യം എന്താണെന്ന് അറിയണം, ധർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ ആ കവർ എടുത്ത് മാറ്റുക. കവർ എടുത്ത് മാറ്റുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഡിസ് കവർ. എന്താ പറയുക? കവർ എടുത്ത് മാറ്റുന്നതിന് എന്താ പറയുക? ഡിസ് കവർ. ഇത് 3500 BC-യില് യജ്ഞവൽക്യ മഹർഷി എഴുതിയ വരിയ. കവർ എടുത്ത് മാറ്റുക, താഴത്തേക്ക് ഇറക്കി വെക്കുക, ഡിസ്ലോഡ്ജ്. മറ്റേത് ഡിസ്ലോഡ്ജ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക്, മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കാം. ഡിസ് കവർ, കവർ എടുത്ത് മാറ്റുക. എന്തിന്? സത്യധർമായ ദൃഷ്ടയെ. സത്യം എന്നുള്ളതിനെ ഓർമ്മിക്കാൻ സാധിക്കെങ്കിൽ ഓർമ്മിക്കാം. ട്രൂത്ത് പ്ലസ് ഫാക്ട് പ്ലസ് എസൻസ്. സത്യം എന്ന സംസ്കൃത വാക്കിന് 3 ഇംഗ്ലീഷ് വാക്ക് ചേർത്താലേ ആവുള്ളൂ. ട്രൂത്ത് പ്ലസ് ഫാക്ട് പ്ലസ് എസൻസ്, അതാണ് സത്യം. ആ സത്യം എന്നുള്ളത് പതഞ്ജലി മഹർഷി യമത്തിൽപ്പെടുത്താൻ കാരണം എന്താ അറിയാമോ? ഇന്നലെ നടന്ന കൊല ഉൾപ്പെടെ സത്യം എന്താണെന്നറിയാതെ ഒരു കുടുംബാംഗങ്ങള്, പാർട്ടി അംഗങ്ങള്, സമൂഹത്തിലുള്ള അംഗങ്ങള്, രാജ്യത്തിലുള്ള അംഗങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് ഇന്ന് കേരളത്തിന് പറ്റിയിരിക്കുന്ന അബദ്ധം. സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. ഇപ്പൊ സത്യം എന്ന വാക്കിൻ്റെ അഗാധമായ അർത്ഥം ജീവിതത്തിൽ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും, പ്രതികരിക്കുമ്പോഴും, പ്രവർത്തിക്കുമ്പോഴും, ഏത് കാര്യം ഏറ്റെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഏൽപ്പിച്ചത് ചെയ്യുമ്പോഴും, whether given to you or entrusted to you or taken by you, ഏത് കാര്യത്തിൻ്റെയും സത്യം അറിയാനായിട്ട് ശ്രമിക്കുക. അത് പലപ്പോഴും മലയാളികൾക്ക് പറ്റണില്ല. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏത് കാര്യം പറയുമ്പോഴും നോക്കാം, അതിൻ്റെ പുറകില് സത്യാവസ്ഥ. അവ എന്ന വാക്കിൻ്റെ അർത്ഥം താഴത്തേക്ക്, സ്ഥ എന്ന വാക്കിൻ്റെ അർത്ഥം നിലനിൽക്കുന്നത്, അവസ്ഥ എന്ന വാക്കിൻ്റെ അർത്ഥം ഡീപ്പായിട്ട് നിലനിൽക്കുന്നത്. സത്യത്തിൻ്റെ അവസ്ഥ, സത്യത്തിൻ്റെ റൂട്ടിൽ നിലനിൽക്കുന്നത്. അപ്പോൾ പതഞ്ജലി മഹർഷി പറഞ്ഞ യമത്തിലെ രണ്ടാമത്തേത്, ആദ്യത്തേത് അഹിംസ, രണ്ടാമത്തേത് സത്യം. ജീവിതത്തിന് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ആരെയെങ്കിലും വിമർശിക്കുമ്പോഴും എതിർക്കുമ്പോഴും അയാളെ വിലയിരുത്തുമ്പോഴും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ വിലയിരുത്തുമ്പോഴും സത്യം എന്താണെന്ന് അറിയാനുള്ളൊരു മനസ്സുണ്ടാവുക. എന്താ വ്യത്യാസം വരിക അറിയോ? അതിന് ഇപ്പോഴത്തെ കാലം പറ്റിയതാ. എന്താ കാരണം? സെക്കൻഡ് ഹാൻഡ് മൊബൈലിന് 900 രൂപയേ ഉള്ളൂ, ഫസ്റ്റ് ഹാൻഡിന് 9000 രൂപയുണ്ടെങ്കിലും ജസ്റ്റ് സത്യം എന്താണെന്ന് അറിയാൻ ഒന്ന് മൊബൈലിൽ വിളിച്ചു നോക്കാം. നിങ്ങൾ വെറുതെ അന്വേഷിച്ച് നോക്കാം, മുഖാമുഖം നോക്കണ്ടല്ലോ. ഇന്ന് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എത്ര ഗംഭീരമായിട്ടുള്ളത്. ഏത് വസ്തുതയെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുന്നതിന് മുമ്പും ഒന്ന് വസ്തുത എന്താണെന്ന് അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കാം. രാമനും ലക്ഷ്മണനും രണ്ടുപേരും കാട്ടിലിരിക്കുമ്പോഴാണ് ഭരതൻ വന്നത്. ഭരതൻ വന്ന സമയത്ത് ലക്ഷ്മണൻ എന്താ വിചാരിച്ചത്? ജ്യേഷ്ഠ, ഭരതൻ സൈന്യവുമായിട്ട് വരുന്നുണ്ട്, നമ്മളെ ഉന്മൂലനം ചെയ്യാൻ വരികയാണ്, തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാജ്യം കൊടുക്കേണ്ടി വരുമോ എന്ന ഭയം കൊണ്ടാണെന്ന് ലക്ഷ്മണൻ വിചാരിച്ചു. രാമൻ എന്താ വിചാരിച്ചത്? സിമ്പിളായിട്ട് രാമൻ വിചാരിച്ചു, ഒരിക്കലും ഭരതൻ അത് ചെയ്യില്ല. ഭരതനെ എനിക്ക് നല്ലോണം അറിയാം. 3 ദിവസം മുമ്പ് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ചക്കക്കുളങ്ങരയിൽ പറഞ്ഞു, 2 പേരെ ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിട്ട് ഒരു ബോള് നടുക്ക് വെച്ചിട്ട് ഇവനോട് ചോദിച്ചു ബോളിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് എന്ന് പറഞ്ഞു. ഇവനോട് ചോദിച്ചു ബോളിൻ്റെ കളർ എന്താണ്? വൈറ്റ് എന്ന് പറഞ്ഞു. ഉറപ്പാണോ എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു ഈ ബോളിൻ്റെ കളർ ബ്ലാക്ക് ആണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇയാൾ പറഞ്ഞു ബോളിൻ്റെ കളർ വൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇയാൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ബോളൊന്ന് തിരിച്ചു. ഈ വശം വൈറ്റ് ആയിരുന്നു, ഈ വശം ബ്ലാക്ക് ആയിരുന്നു. അപ്പം ആര് പറഞ്ഞതാ ശരി? 2 പേര് പറഞ്ഞത് ശരിയാ. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറഞ്ഞതാ ശരി, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറഞ്ഞതാ ശരി. എന്നിട്ട് ആ ആങ്കർ ചെയ്ത ആൾ പറഞ്ഞത് എന്താ അറിയാമോ? ഇഫ് യു വുഡ് ഹാവ് ബീൻ ഇൻ ഹിസ് ഷൂസ് യു വുഡ് ഹാവ് ടോൾഡ് ഹിസ് ആൻസർ. അർത്ഥം മനസ്സിലായോ? അത് ഇവിടെ നിന്ന ആള് ഇയാളുടെ ഷൂസിലായിരുന്നെങ്കിൽ ഇയാൾ പറഞ്ഞതാണ് ശരി എന്ന് പറയുമായിരുന്നു. അർത്ഥം മനസ്സിലായി? അതുകൊണ്ട് ഇന്നും ഓർമ്മിക്കാം, വസ്തുത അറിയാതെ, ട്രൂത്തും ഫാക്റ്റും എസൻസും അറിയാതെ ജീവിതത്തിൽ ഒരു കമൻ്റ് പറയില്ല.
പ്രതികരിക്കില്ല, മറ്റൊരു കാര്യത്തിൽ ഇടപെടില്ല എന്നൊന്ന് തീരുമാനിച്ചു വിചാരിക്കാം. ഉറപ്പിച്ച് ഞാൻ പറയാം, നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടില്ല, നിങ്ങളുടെ BP കൂടില്ല, നിങ്ങളുടെ വികാരത്തിന് നിങ്ങൾ അടിമപ്പെടില്ല. ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ ഒരു പേപ്പർ എടുത്ത് ഒരു പേന എടുത്തിട്ട് 1.5 രൂപയ്ക്ക് നല്ല പേന കിട്ടാനുണ്ട്. 1.5 രൂപയ്ക്ക് എടുത്ത പേപ്പറിൽ നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ എഴുതാം. അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാം. അന്ന് പോസ്റ്റ് ചെയ്തേക്കരുത്. അടുത്ത ദിവസം ഒന്ന് വായിച്ചു നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാ വെറുതെ ഇന്നലെ ഞാൻ ഇത്രയധികം വികാരം കൊണ്ടത്, ഇത്രയും വികാരം കൊള്ളേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന് അപ്പം തോന്നും. അവിടെ മാത്രം ഡിലേ ഈസ് ഗുഡ്. ഒരിക്കലും പ്രതികരിക്കാതിരിക്കുക. ഞാൻ പാലക്കാട് ഒരു അമ്പലത്തിൽ പ്രഭാഷണം നടത്തുമ്പോൾ ഒരു നമ്പൂതിരി, സാമാന്യം തിരക്കേടില്ലാത്തത്രയും കുടവയറുണ്ട്, ഒരു പൂണൂലുണ്ട്, കറുത്തതല്ല വെളുത്തതാണ്. അപ്പോൾ അങ്ങേരെ ഒരാൾ ചീത്ത പറയുന്നുണ്ട്. ഞാൻ ദൂരെ മാറിയുന്നുണ്ട് കേൾക്കുകയാണ്. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ അയാൾ പറയാത്ത ചീത്ത ഇല്ല. പാലക്കാടുകാരൻ നമ്മളെപ്പോലെ ചീത്ത പറയില്ല, അത്ര താഴില്ല, ഒരു പ്രത്യേക ലെവൽ വരെ അവർക്കുണ്ട്. അതിൽ ഈ നമ്പൂതിരിയെ ചീത്ത പറയാം. ഇത് മുഴുവൻ ചീത്ത പറഞ്ഞ് നമ്പൂതിരി കേട്ടതിന് ശേഷം അയാൾ പറയാം, താൻ പറഞ്ഞതൊക്കെ എനിക്ക് തന്നോട് പറയണമെന്നുണ്ട്, പക്ഷേ എൻ്റെ സംസ്കാരം അതിനെ അനുവദിക്കണില്ല, എനിക്ക് തൻ്റെ അത്രയും താഴാൻ എനിക്ക് പറ്റില്ല. അത് കഴിഞ്ഞ് നമ്പൂതിരി പോവുകയും ചെയ്തു. അയാൾ ആത്മകഥം പറയാണ്, വെറുതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അയാൾ അത് മുഴുവൻ എനിക്കിട്ട് വെച്ചിട്ട് പോവുകയും ചെയ്തു. ഇയാളുടെ BP കൂടിയില്ല, കൊളസ്ട്രോൾ കൂടിയില്ല. ഇയാൾ പറഞ്ഞത് ഇയാൾക്ക് തന്നെ തിരിച്ചു കിട്ടി. അയാൾക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ? അയാളുടെ തൊലിപ്പുറത്ത് വല്ലതും പറ്റിയോ? ഇയാൾ പറഞ്ഞത് അത് ദൂരെ മാറിയതുകൊണ്ട് കേട്ടത് ഞാൻ ഇത്രയധികം ചീത്ത പറയുന്നതിലേക്ക് ഞാൻ ആൽമരത്തിലേക്ക് നോക്കിയിരുന്നു. അപ്പം നമ്പൂതിരിക്കും അറിയാം ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കാം. അയാൾ പ്രതികരിച്ചില്ല. ഇത് ഞാൻ കണ്ട കാര്യം, കഥയല്ല, കണ്ട കാര്യം. ജീവിതത്തിൽ ഇതിനൊന്നിനും സ്പിരിച്വാലിറ്റി ഇല്ല. ഞാൻ ഫിലോസഫി അല്ല പറഞ്ഞത്. പതഞ്ജലി മഹർഷി പറഞ്ഞ യമനിയമങ്ങളിൽ 2ാമത്തെ വാക്കാണ് ഞാൻ പറഞ്ഞത്. അതായത് സത്യം കണ്ടുപിടിക്കുക. നമ്മൾ മക്കളോട് പച്ചയ്ക്ക് നുണ പറയാൻ പഠിപ്പിക്കാറുണ്ട്. അച്ഛന് ഫോൺ കോൾ വരുമ്പോൾ മകനുണ്ടെങ്കിൽ പറയും അത് ഇന്ന ആളാണ്, അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ. അതായത് ജീവനോട് നുണ പറയാൻ പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ കുട്ടി നുണ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? സാറ് വിചാരിക്കണ മാതിരിയൊന്നുമല്ല എൻ്റെ മകൻ, അവൻ നുണയെ പറയുള്ളൂ. എന്താ കാരണം? കൊടുത്ത ട്രെയിനിങ് അതാ. ജന്മനാലൊന്നും ആരും നുണ പറയുന്ന പാർട്ടീസൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ ശരിക്കും മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പിലത്തെ ദിവസം അർജുനൻ എനർജറ്റിക് ആയിരുന്നു. യുദ്ധത്തിന് ഒരു കുഴപ്പം അർജുനനുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെയാണ് അർജുനൻ തളർന്നു പോയത്. ഇതിനു മുമ്പ് ഭീഷ്മരുമായിട്ടും ദ്രോണരുമായിട്ടും ദുര്യോധനനുമായിട്ടും വിരാട സന്നിധിയിൽ വെച്ച് അർജുനൻ യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ മുമ്പിൽ ഭീഷ്മരെ കണ്ടിട്ടോ ദ്രോണരെ കണ്ടിട്ടോ അല്ല തളർന്നത്. അപ്പൊ കൃഷ്ണന് മനസ്സിലായി അർജുനൻ തളരാൻ ഒരു കാരണമുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ ഒരാളാണ് കൃഷ്ണൻ. എന്തായിരുന്നു സത്യാവസ്ഥ? തലേ ദിവസം രാത്രി ആരും കാണാതെ ധൃതരാഷ്ട്ര മഹാരാജാവ് ഒരു കത്ത് അർജുനന് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു കത്ത് കൊടുത്തത്? എൻ്റെ മടിയിൽ കിടന്ന് വളർന്ന് പിച്ച വെച്ച് നടന്ന അർജുന, എൻ്റെ മക്കളെക്കാളും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. നിന്റെ കൈകൊണ്ട് എൻ്റെ മക്കളുടെ അന്ത്യമുണ്ടാവരുത്. ഒരു നിർദ്ദേശമാണ് വല്യച്ഛൻ്റെ. അപ്പോൾ ആ നിർദ്ദേശം മനസ്സിനകത്തുള്ളയിടത്തോളം അർജുനൻ തകരുകയല്ലാതെ യുദ്ധം ചെയ്യില്ല. അതുകൊണ്ട് കൃഷ്ണൻ എന്താ ചെയ്തത്? ആദ്യം തന്നെ പഠിപ്പിച്ചു, ആരും ആരെയും കൊല്ലുന്ന പ്രശ്നമില്ല. ധൃതരാഷ്ട്രർ പറഞ്ഞത് എന്താണ്? എൻ്റെ മക്കളുടെ മരണം നിന്റെ കൈകൊണ്ട് സംഭവിക്കരുത്. അപ്പൊ അവിടെ കൗണ്ടർ ചെയ്തത് എങ്ങനെയാ? ആരും മരിക്കുന്നുമില്ല, ആരും ആരെയും കൊല്ലുന്നുമില്ല. ഇത് ഭഗവത്ഗീതയാണ്. നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാർക്ക് മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി. അതായത് ഈ കത്തിലെ കണ്ടന്റിനെയാണ് കൃഷ്ണൻ കോൺട്രഡിക്റ്റ് ചെയ്തത്. ഇതിപ്പോൾ ഇവിടെ പറഞ്ഞ എന്തിനറിയോ? നമ്മുടെ കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കുട്ടി റഫായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ ഭർത്താവ് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാര്യ ഏതെങ്കിലും കുത്തുവാക്ക് പറയുന്നുണ്ടെങ്കിൽ, അതൊക്കെ ആ സമയത്തെ പ്രതികരണമല്ല. അതിൻ്റെ പുറകിലൊരു സത്യമുണ്ട്, അതിൻ്റെ പുറകിലൊരു ട്രൂത്ത് ഉണ്ട്, ഒരു ഫാക്റ്റ് ഉണ്ട്, ഒരു എസൻസ് ഉണ്ട്. അതന്വേഷിച്ച് മാറ്റാത്തിടത്തോളം കാലം
ഇവരുടെ പ്രതികരണം ഇതേപോലെ ആയിരിക്കും. അതുകൊണ്ട് സത്യം അന്വേഷിച്ചു പോവുക, സത്യം അന്വേഷിച്ചു പോവുക. അത് കിട്ടിയാൽ സൊല്യൂഷൻ എളുപ്പമാണ്. അത് കിട്ടാത്തിടത്തോളം കാലം ട്രീറ്റ്മെൻറ്റ് ഇൻഎഫക്റ്റീവ് ആയിരിക്കും, ടെമ്പററി ആയിരിക്കും. അതുകൊണ്ട് സത്യം എന്ന വാക്കിന് എത്ര ഗ്ലോറിയസ് അർത്ഥമാണുള്ളത്. ഓരോ വ്യക്തിയും നോക്കാം എന്തുകൊണ്ട് അയാൾ അങ്ങനെ പെരുമാറുന്നു, അയാളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കടന്ന് നോക്കാം. നിങ്ങൾ നോക്കിയാൽ അറിയാം വീരപ്പനായത് എന്തുകൊണ്ടാണ്. ശരിക്കും വീരപ്പൻ്റെ ഒരു മൂവിയുണ്ട്, നല്ല മൂവിയാ, എനിക്കിഷ്ടപ്പെട്ടില്ല, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വരും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു യാത്ര പോയപ്പോൾ ഖത്തർ എയർവേസിൽ ഇരുന്ന് കണ്ടതാ. അപ്പോൾ അയാളെ വീരപ്പൻ ജന്മനാൽ വീരപ്പനെ പോലെ ക്രൂവലല്ല, കായംകുളം കൊച്ചുണ്ണി ജന്മനാൽ ക്രൂവലല്ല, അവരെ അതാക്കി തീർത്ത ചുറ്റുപാടുകളാണ്. അത് പഠിച്ച് അതിൻ്റെ നെഗറ്റീവ് ഇറേസ് ഓഫ് ചെയ്യാതെ ഇവരെ നോർമലാക്കാൻ പറ്റില്ല. അത് ഇറേസ് ഓഫ് ചെയ്താൽ ഇവർ നോർമലാവും. തെളിവാണ് ജയപ്രകാശ് നാരായണന്റെ മുമ്പിൽ ഫൂലൻ ദേവിയും നാരായണനും കീഴടങ്ങിയത്. അർത്ഥം മനസ്സിലായി? ജയപ്രകാശ് നാരായണന്റെ മുമ്പിൽ ചെമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെ കീഴടങ്ങാൻ കാരണം ഈ കൊള്ളക്കാരാവാനുള്ള കാരണം മനസ്സിലാക്കി ജയപ്രകാശ് നാരായണൻ സത്യം കണ്ടെത്തി അവരുടെ മുമ്പിൽ ചെന്ന് സംസാരിച്ചു. ഇതുകൊണ്ടാണ് ഇറാഖില് ടെൻഷൻ എടുത്ത് ഭയങ്കര പ്രോബ്ലം വന്നവർക്ക് ശ്രീ രവിശങ്കറിന്റെ ഉപദേശം ഉജ്ജ്വലമായി തോന്നിയത്. കാരണം റൂട്ടിലേക്ക് ചെന്ന് സത്യം എന്താണെന്ന് കണ്ടെത്തി അതിൻ്റെ നെഗറ്റീവുകൾ മാറ്റി അവരെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരിക. ശരിക്കും സത്യം എന്ന വാക്ക് മഹത്തായ ഒരു വാക്കാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ഈശ്വരാനുഗ്രഹം കൊണ്ട് നെഹ്റു ഉൾപ്പെടെ ആർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ആ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന വരിക്ക് എത്ര ഗംഭീരമായിട്ടുള്ള അർത്ഥമുള്ളതെന്നറിയാമോ? അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം സത്യാന്വേഷണ പരീക്ഷണമായിരിക്കണം. ശരിക്കും എൻ്റെ മുമ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് പറയാൻ പോകുന്നൊരു വരിയാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന വ്യക്തി നമ്പൂതിരിപ്പാട് എന്ന വാക്ക് മാറ്റിയിരുന്നെങ്കിൽ കണ്ണൂരിൽ അദ്ദേഹത്തിനെ കയറ്റില്ല, ഉറപ്പാണ്. അതാണ് സത്യം. കണ്ണൂരിൽ അദ്ദേഹത്തിനെ കയറ്റില്ല. ആ ചുമന്ന കൊടി അയ്യപ്പൻ ആവരണം ചെയ്യുന്ന പുടവയുടെ നിറമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് കണ്ണൂർ കമ്മ്യൂണിസമായത്. ഇല്ലെങ്കിൽ ആവില്ല. അയ്യപ്പനുമായിട്ട് ചുമപ്പിനെ കണക്ട് ചെയ്തത് കൊണ്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ശരിക്ക് ക്രിസ്ത്യാനി പറയുന്ന മാതിരി എന്താ അതിശയമേ ദൈവത്തിൻ, ബാക്കിയുള്ള നിങ്ങൾ തന്നെ പറഞ്ഞോളാം, ബാക്കി എനിക്ക് അറിഞ്ഞോളാം. അപ്പോൾ ഓർമ്മിക്കുക, സത്യം അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ വലിയ വൃത്താന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. മുഴുവനും അന്വേഷിക്കേണ്ട, നമ്മുടെ ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ ആകത്തക്ക വിധത്തിൽ സത്യത്തിൻ്റെ സർഫസിലുള്ള മൂടി കളഞ്ഞ് സത്യവും ധർമ്മവും, സത്യം ഈസ് ഈക്വൽ ടു ട്രൂത്ത്, ഫാക്ട് ആൻഡ് എസൻസ്. ധർമ്മം ഈസ് ഈക്വൽ ടു ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ധർമ്മം ഈസ് ഈക്വൽ ടു ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ഇത് രണ്ടും നമ്മൾ അറിയുന്നതിൽ സത്യം അറിയണം. പതഞ്ജലി മഹർഷി പറഞ്ഞ രണ്ടാമത്തെ വാക്ക്. ആദ്യത്തേത് അഹിംസ, രണ്ടാമത്തേത് സത്യം. അഹിംസ സത്യം. അസ്തേയം. സ്തേയം കളവ്, കക്കല്, സ്റ്റീലിംഗ്, ലൂട്ടിംഗ്. അസ്തേയം മറ്റൊരുവൻ്റേത് എൻ്റേതാകണം എന്ന ഹിഡൻ അജണ്ട വെച്ച് പ്രവർത്തിക്കാതിരിക്കാം. മറ്റൊരുവൻ്റേത് എൻ്റേതാകണം എന്ന ഹിഡൻ അജണ്ട വെച്ച് പ്രവർത്തിക്കാതിരിക്കാം. ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ഒരു മരുമകള് നല്ല രീതിയിൽ സാമ്പാർ ഉണ്ടാക്കും. ആ സാമ്പാർ നന്നായി എന്ന് പറഞ്ഞാൽ അമ്മായി അമ്മ പറയും, ഞാൻ പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പം കാണായിരുന്നു. ആ സാമ്പാർ നന്നായി എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് ക്രെഡിറ്റ് കിട്ടിയാൽ ഈ അമ്മായി അമ്മയ്ക്ക് എന്തൊരു വിഷമാണെന്നറിയോ. പിന്നെ ഞാൻ പറഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. പിന്നെ എന്താ വിചാരിക്കേണ്ട, പറഞ്ഞില്ല എന്ന് വിചാരിക്കണം. ഞാൻ അസൂയ കൊണ്ട് പറഞ്ഞൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞ സ്നേഹ, ബഹുമാനം, ഭക്തിയോടുകൂടി പറഞ്ഞതാ. ഈ നേരത്തെ പറഞ്ഞത് പറഞ്ഞൊന്ന് മാത്രമല്ല, ഇടയ്ക്ക് ഒരു പുഷും കൂടി കൊടുത്തപ്പോൾ എനിക്ക് അത്ഭുതമായി.
രാമായണത്തിലെ 2 വരികൾ കടകംപള്ളി സുരേന്ദ്രൻ മിനിഞ്ഞാന്ന് പറയുന്നത് കേട്ടപ്പോൾ കുഴപ്പം തോന്നിയില്ല. കാരണം CPM കാരൻ അത്രയെങ്കിലും പറഞ്ഞല്ലോ എന്ന്. അടുത്ത വരി കേട്ടപ്പോഴാണ് വിഷമം തോന്നിയത്. ഞാൻ മലയാള അധ്യാപകനായിരുന്നു, കുറേ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് രാമായണം എനിക്ക് അന്യമല്ല. എന്നിട്ടാണ് ഈ രാമായണം ഇത്ര ചുക്കുമോ ലാഗോത്ര പല്ലി പറഞ്ഞത്. ചിലർ കേട്ടുകയാണ്, അവർക്ക് മനസ്സിലായി, മറ്റുള്ളവർ മനസ്സിലായിട്ടില്ലെങ്കിൽ വലിയ സീരിയസ് അല്ലാത്തതുകൊണ്ട് വിട്ടുകളഞ്ഞേക്കാം. അപ്പോൾ ഓർമ്മിക്കുക, ഈ അസ്തേയം, മറ്റൊരുവന് കിട്ടേണ്ട ക്രെഡിറ്റ് ഞാനെടുക്കാം, മറ്റൊരുവന് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് ഞാനെടുക്കാം, മറ്റൊരുവന് കിട്ടേണ്ട പേര് ഞാൻ എടുക്കാം, മറ്റൊരുവനെ ഇടിച്ച് താഴ്ത്തുക, അതിൻ്റെ ക്രെഡിറ്റ് ഞാനെടുക്കാം. ഭരതൻ എന്താ പറഞ്ഞറിയോ രാമനോട്? ഇന്നലെ ഞാൻ പറയുകയുണ്ടായി, ഈ 14 വർഷം ഞാൻ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിൽ ഇരുന്നുകൊണ്ട് കോസല രാജ്യം ഭരിക്കുമ്പോൾ അല്ലയോ ജ്യേഷ്ഠ, അവിടെ ഉണ്ടാകുന്ന എല്ലാ നന്മകളും അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. IIM അഹമ്മദാബാദുകാർ ഒരു സർവേ നടത്തി. എനിക്ക് അത്ഭുതം തോന്നി. 14 വർഷം രാമനാണ് ഭരിച്ചിരുന്നതെങ്കിൽ, 14 വർഷം രാമനാണ് രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ ആ രാജ്യത്തിൽ എത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടാകുമോ അതിനേക്കാൾ 6 ഇരട്ടി ഡെവലപ്മെന്റ് ഭരതൻ ഭരിച്ചപ്പോൾ ഉണ്ടായത്. ത്രേതായുഗത്തിലെ കാര്യം IIM അഹമ്മദാബാദുകാർ എങ്ങനെയാണ് നടത്തിയെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ 2ാമത്തെ അക്ഷരം ആ. ത്രേതായുഗത്തിലെ കാര്യമാണ് IIMകാർ നടത്തിയത്. അതായത് രാമനായിരുന്നു 14 വർഷം ഭരിച്ചിരുന്നതെങ്കിൽ എത്ര ഡെവലപ്മെന്റ് ഉണ്ടാകുമായിരുന്നോ അതിൻ്റെ 6 ഇരട്ടി ഡെവലപ്മെന്റ് ഭരതൻ ഭരിച്ചപ്പോൾ ഉണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്? മൻമോഹൻ സിംഗ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇപ്പം എന്ത് സംഭവിക്കുമായിരുന്നു? പകരം മോഡി ഭരിച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വളരെ ഉത്തമ ഉദാഹരണമുണ്ട്. 3 പേരാ ലോകത്തിൽ ചിരിക്കുകയും കരയുകയും ചെയ്യാത്തത്. ഒന്ന് വേദവ്യാസൻ. വേദവ്യാസൻ ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. 2 ശ്രീകൃഷ്ണൻ ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. 3 മൻമോഹൻ സിംഗ് ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ പോയതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ ഡാറ്റ വെച്ച്, ഇത് ത്രേതായുഗത്തിലെ ഡാറ്റ വെച്ച് IIMകാർ എങ്ങനെയാണ് ഇത് പറഞ്ഞതുള്ളത് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യമുണ്ട്, കഥയിൽ ചോദ്യമില്ല, വിട്ടേക്കാം. ഞാൻ പറയാൻ പോയത്, ആ ഭരതൻ രാമനോട് പറഞ്ഞത് 14 വർഷം രാജ്യം ഭരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അങ്ങേക്കാണ്, അവിടെ ഉണ്ടാകുന്ന കോട്ടങ്ങൾ എനിക്ക്. ഞാൻ ഇന്നലെ പറയേണ്ടായി, APJ അബ്ദുൽ കലാം പറഞ്ഞ ഫെയിലിയർ മാനേജ്മെന്റ്, ഫെയിലിയറിൻ്റെ ഉത്തരവാദിത്വം ഐ ആം ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ്, സക്സസിൻ്റെ ഐ ആം ഗിവിംഗ് ടു യു. ISROയുടെ വിജയത്തിൻ്റെ ഉത്തരവാദിത്വം അതാണ്. ശരിക്ക് അർജുനൻ ഭഗവത്ഗീതയിലെ 11ാം അധ്യായത്തിലെ വിശ്വരൂപം കണ്ട് ഞെട്ടിത്തെറിച്ച മാതിരിയാണ് 104 ഉപഗ്രഹം ഒരുമിച്ച് ISROക്കാർ വിട്ടപ്പോൾ പലർക്കും ഷോക്കായത്. 104 എണ്ണേ, അതിൽ 87 അമേരിക്കക്കാരുടെയാണ്. ഇത് എന്താ കൊടുക്കട്ടെ പറ്റിയാ ഇത് വിടുന്നത്? അത് മുകളിൽ പോയിട്ട് നിൽക്കണ്ടേ, താഴത്തേക്ക് വരാതെ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയായി സാധിച്ചത്. അത് സാധിച്ചു, അത് തന്നെ, ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത വർഷം 2 പ്രാവശ്യം ചന്ദ്രനിലേക്ക് പോവാണ്. കൊണ്ടുപോകുന്ന ആരെയാണെന്ന് അറിഞ്ഞൂടെ, എനിക്കറിഞ്ഞ AKG സെൻറ്ററിൽ ആൾക്കാരുണ്ട്. ഏതായാലും ചന്ദ്രനിലേക്ക് 2 പ്രോജക്റ്റാണ് വരുന്നത്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കാം. എന്നാൽ ഒരാളും ഒരു വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്യാറുമില്ല. പണ്ട് കസ്തൂരി രംഗൻ ചെയർമാനാണെന്നറിയാം, പക്ഷേ ഇപ്പം ISROയുടെ ചെയർമാൻ ആരാ? ആർക്കും അറിഞ്ഞൂടാ. ഇപ്പോൾ വ്യക്തികൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നേയില്ല, പ്രോജക്റ്റുകൾ പ്രോഗ്രാമുകൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. അറിയണം ഇതൊക്കെ. നമ്മൾ ISROവിൻ്റെ നേട്ടത്തിൽ ടോപ്പിലുള്ളവരാരും പുറത്തേക്ക് ഷൈൻ ചെയ്യാൻ വരുന്നില്ല. പലരും വന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഒന്ന് മുഖം കാണണം. നിങ്ങൾ കണ്ടാൽ ഒരു കപ്പ് കാപ്പി കൊണ്ട് കൊടുക്കും, ഉറപ്പാണ്. അവർ ഒരു ഷൈനിങ്ങും ഇല്ല, ഒരു ടൈയും ഇല്ല, ഒരു ഷൂസും ഇല്ല. ഞാനിടുന്ന ചപ്പലിനേക്കാൾ മോശമായിട്ടുള്ള ചപ്പൽ അവിടെ ഇന്നലെ. ആലോചിച്ച് നോക്കുക. ഈ ഫെയിലിയർ മാനേജ്മെൻറ്റ്, സക്സസിൻ്റെ ക്രെഡിറ്റ് ചെയ്തവർക്ക് കൊടുക്കാം, ഫെയിലിയറിൻ്റെ ഡിസ്ക്രെഡിറ്റ് മുകളിലുള്ളവരെ ഏറ്റെടുക്കാം. ഇതിനെയാണ് അസ്തേയം എന്ന് പറയുക. അർഹതപ്പെട്ടവൻ്റെ നന്മകൾ അവർക്ക് കൊടുക്കാം. നിങ്ങളുടെ മക്കൾ ചെറിയ നേട്ടം ഉണ്ടാക്കിയാൽ ഒന്ന് അഭിനന്ദിച്ച് നോക്കാം, ഒന്ന് അനുഗ്രഹിച്ച് നോക്കാം, ഒന്ന് ആശീർവദിച്ച് നോക്കാം. നിന്നെപ്പോലൊരു മകനെ മകളെ കിട്ടിയത് അമ്മയുടെ അച്ഛൻ്റെ പുണ്യമാണെന്ന് പറഞ്ഞു നോക്കാം. ചിരിച്ച മുഖവുമായിട്ട് പറയണം. ജീവിതത്തിൽ ആദ്യമായിട്ട് പിണറായി വിജയൻ ചിരിക്കുന്നത് കണ്ടത് ഇന്നലെയാണ്. കോഴിക്കോട് എല്ലാ കൊച്ചിക്കാർക്കും സ്വാഗതം എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങേര് ചിരിച്ചത്. ഇത്ര ഹൈ ലെവലാണ് അങ്ങേര് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെയാണ്. അപ്പോൾ ഒരു ചീപ്പ് വാക്ക് പറയുന്ന കേട്ടിട്ട് ചിരിക്കാം. അയാൾക്ക് സ്വാഗതം പറഞ്ഞാൾക്ക് തെറ്റുപറ്റിയതാ.
കോഴിക്കോടുകാർക്ക് സ്വാഗതം എന്ന് പറയുന്നതിന് പകരം കൊച്ചിക്കാർക്ക്. എന്നാലും ചിരിച്ചല്ലോ എന്നൊരു സമാധാനം. 1 വർഷം 3 മാസം കഴിഞ്ഞ് ഓർമ്മിക്കുക, നമ്മൾ തുറന്ന മനസ്സോടുകൂടി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, ഒന്ന് എൻകറേജ് ചെയ്യുക, ഒന്ന് ചിരിക്കുക, ഒന്ന് സന്തോഷത്തോടെ പറയാം സാമ്പാർ നന്നായിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് നിനക്ക, എനിക്കല്ല. കുര്യാക്കോസിൻ്റെ മത്തങ്ങ കൊണ്ടുവന്നത് കൊണ്ടല്ല, മറിച്ച് നിന്റെ കൈപ്പുണ്യം ഉള്ളത് കൊണ്ടാണ്. ഒന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം, എന്താ? പക്ഷേ കേരളീയർക്ക് അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിഷമാണെന്നറിയാം. വെറുതെ അല്ല പരശുരാമൻ ഈ നാടുണ്ടാക്കാൻ കോടാലി എടുത്തത്. അന്ന് നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ല, ഇന്ന് നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ല. നല്ലത് പറയാൻ നമുക്ക് എന്തൊരു പാടാറിയോ. ഞാനിപ്പം മൂലയ്ക്കുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്, ലക്ഷ്മി നിവാസിൽ. ഞാനവിടെ പോകുമ്പോൾ പറയുന്നത് എല്ലാ 3 മാസം 4 മാസം കൂടുമ്പോഴും ഈ ഹോട്ടൽ എന്ത് നന്നായിട്ട് ഇങ്ങനെ മോഡേണൈസ് ചെയ്ത് വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അയാൾ പറഞ്ഞെന്താ അറിയോ, മാമൻ മാത്രമേ നല്ലത് ഇവിടെ വന്നിട്ട് പറയാറുള്ളൂ, ബാക്കി ആരും പറയാറില്ല. ഒരു വരി ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് എന്താ നഷ്ടം? നല്ല ഭക്ഷണം, ഇന്ന് ഹർത്താലാണ്, എന്നിട്ടും 6:20 അയാൾ 6:10 ഉണ്ടാക്കി തന്നു, നന്നായിട്ടുണ്ടായി. നല്ലത് പറയുക, അവരുടെ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കാതെ എടുക്കാണ്ടിരിക്കുക. ഇപ്പം നോക്കുക, ചിത്ര എന്ന് പറയുന്ന കുട്ടിയെ ഈ സ്പോർട്സിൽ ഹൈക്കോർട്ട് ഓർഡർ ചെയ്യേണ്ടി വന്നു. എന്ത് വന്നാലും 3 ദിവസം മുമ്പുള്ള ഞായറാഴ്ചത്തെ പേപ്പറിൽ കണ്ട സീൻ എന്താ അറിയാമോ? അതിൻ്റെ അച്ഛനും അമ്മയും കോൺക്രീറ്റ് കുഴയ്ക്കുന്നതാണ്. ആ വീട് കാണിച്ചിട്ടുണ്ട്. അത്ര പാവപ്പെട്ടവരെ കോൺക്രീറ്റ് കുഴയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ഡെയിലി വർക്കാണ്, അല്ലാണ്ട് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി കോൺക്രീറ്റ് കുഴച്ചതല്ല. അപ്പം അത്രയും ആ കുട്ടിയെ ഹൈക്കോടതി ഇടപെട്ടപ്പോൾ ഹൈക്കോടതി വിധി വന്ന 7ാമത്തെ മിനിറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഓർഡർ വന്നു, ഹൈക്കോടതി വിധിക്ക് എതിരെ അപ്പീൽ കൊടുക്കരുത്. സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ് കേരള ഗവൺമെൻറ്റിന്. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കരുത്. അപ്പീൽ കൊടുക്കാൻ പോയതാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് കേരള. അപ്പീൽ കൊടുക്കാൻ പോയത് കൊടുത്തേക്കരുതെന്ന് പറഞ്ഞ് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ്. ആ കുട്ടി ഒന്ന് രക്ഷപ്പെട്ടു പോവട്ടെ. ഇവിടെ കൈയിട്ട് വാരിയ വ്യക്തികൾക്ക് ഒരു കണക്കില്ല. അതാ പാവപ്പെട്ട കുട്ടിയല്ലേ. ഇനി അഥവാ ഫെയിലായാൽ തന്നെ ഇപ്പം എന്താ സംഭവിക്കാൻ പോണത് എന്നുകൂടി ചിന്തിക്കണ്ടേ. ആ കുട്ടിക്ക് അർഹതയുള്ളത് കൊടുക്കാതിരിക്കുക, അതിനെയാണ് സ്റ്റേ എന്ന് പറയുക. ആ കുട്ടിക്ക് അർഹതയുള്ളത് കൊടുക്കാതിരിക്കുന്നത് ചൂഷണം. അത് ആരുടെയൊക്കെയോ ഇൻഫ്ലുവൻസ് കൊണ്ട്. അത് ചെയ്യരുത്, അസ്തേയം. അത് ചെയ്യരുത്, അസ്തേയം. നിങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ നല്ലത് ചെയ്യുമ്പോൾ ഒന്ന് അഭിനന്ദിക്കുക. വേറെ ഗുണമുണ്ടല്ലോ, വാട്സപ്പ് ഉണ്ടല്ലോ, SMS ഉണ്ടല്ലോ, മഹാവിഷ്ണുവിൻ്റെ 11ാമത്തെ അവതാരം സോഷ്യൽ മീഡിയ, അതൊന്ന് ഉപയോഗിച്ച് നോക്കുക. മഹാവിഷ്ണുവിന് 10 അവതാരമല്ല, 11ാമത്തെ അവതാരമാണ് സോഷ്യൽ മീഡിയ. അത് ഉപയോഗിച്ച് പരമാവധി പ്രവർത്തിക്കുക. നല്ലത് നല്ലതാണെന്ന് പറയുക, ചീത്ത ചീത്തയാണെന്ന് പറയുക, നാടിന് യോജിക്കാത്തതാണെങ്കിൽ യോജിക്കാത്തതാണെന്ന് പറയുക, അധർമ്മമാണെങ്കിൽ അധർമ്മമാണെന്ന് പറയുക. അതിന് വലിയ വർക്കൊന്നും വേണ്ട, സംഘടന വേണ്ട, പ്രസിഡന്റ് സെക്രട്ടറി വേണ്ട, ട്രഷറർ വേണ്ട. അർഹിച്ചവൻ അർഹിച്ചത് കൊടുക്കുക, അത് കൈയിട്ട് വാരാതിരിക്കുക. അങ്ങനെ കൈയിട്ട് വാരാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അസ്തേയം. അപ്പം അഹിംസ 1, 2 സത്യം, 3 അസ്തേയം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം. ഒരാൾ വാച്ച് നോക്കി, ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചതിന് ശേഷം സെക്ഷുവൽ ആക്ടിവിറ്റീസിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു അർത്ഥമേ അതിനില്ല. അങ്ങനെ ഒരു അർത്ഥമേ അതിനില്ല. ബ്രഹ്മചര്യം എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മ പ്ലസ് ചര്യം, പരമമായ സത്യത്തിലേക്കുള്ള പ്രയാണമാണ് ബ്രഹ്മചര്യം. എന്താ പരമമായ സത്യം? ജീവിതം. ഞാൻ എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു? What is the purpose of my coming over here? What should I do? What should be my goal? Set your goal and devote your life for that എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ചു കൊടുക്കാം, എന്നിട്ട് അതിലൂടെ പ്രയാണം ചെയ്യാൻ പറയാം. അതാണ് ബ്രഹ്മചര്യം. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ബ്രഹ്മചര്യം എന്ന വാക്കിന് ഇങ്ങനൊരു വികൃതമായ അർത്ഥം ആരാ കൊടുത്തത്? എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യണ്ട. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ഓരോ അമ്മയും ചിന്തിക്കുക, ഇനിയുള്ള ദിവസങ്ങൾ forget about the past. പാസ്റ്റിനെ you cannot correct the past, you cannot change the past, but you can try to change the present, you can definitely change the future. അഹിംസ, സത്യം,
അസ്തേയം ബ്രഹ്മചര്യം. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ബ്രഹ്മചര്യം. ഒരു പ്രസിഡന്റ് ഒരു സ്ഥാപനത്തിൻ്റെ അയാളുടെ ബ്രഹ്മചര്യ വൃത്തി എന്ന് പറയുന്നത് അയാൾ അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യണം, ഒരച്ഛൻ അയാൾ എന്തൊക്കെ ചെയ്യണം, അമ്മ എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യണം, ആ ചെയ്യുന്ന കർമ്മത്തിന് ലക്ഷ്യമിട്ട് അതിലേക്കുള്ള പ്രയാണമാണ് ബ്രഹ്മചര്യം. എന്ത് ഗ്രാൻഡ് ഐഡിയ ആണെന്ന് നോക്കാതെ, എത്ര ഗ്ലോറിയസ് മെസ്സേജ് ആണെന്ന് നോക്കാം. ഇപ്പോഴും നമുക്ക് സെർച്ചിങ് ഫോർ ദ ബ്ലാക്ക് കാറ്റ് വിച്ച് ഇസ് നോട്ട് ദർ ഇൻ ദ ഡാർക്ക് റൂം ആണ്. സെർച്ചിങ് ഫോർ ദി ബ്ലാക്ക് കാറ്റ് വിച്ച് ഇസ് നോട്ട് ദർ ഇൻ ദ ഡാർക്ക് റൂം. അർത്ഥം മനസ്സിലായോ? ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പി നമ്മൾ എന്തൊക്കെയോ ആവുന്നു. ഈ കാലടിയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പേര് വായിൽ വരാൻ പോയതാണ്, വരുന്നത് ശരിയല്ല. അവിടെ ഒരു നല്ലൊരു പയ്യൻ, കുറേ ദിവസമായിട്ട് ജയിലിൽ കിടക്കുന്ന പയ്യനെ പോലെയുള്ള പയ്യൻ, അയാളിങ്ങനെ ചിരിച്ചോണ്ട് എൻ്റെ അടുത്തേക്ക് വരിക. ചിരകാല പരിചയമുള്ള മാതിരി തന്നെ. ഞാൻ ചിരിച്ചു. മോനെ എന്തെത്ര അധികം സന്തോഷം. സാറ് ദുഃഖിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് സാറല്ലേ പറഞ്ഞു. താൻ ഇവിടുത്തെ സ്റ്റുഡൻ്റാണോ? ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്. താനൊരു കള്ളച്ചിരിയാണ്. താൻ എൻ്റെ അടുത്ത് വരുമ്പോൾ താനൊരു കള്ളത്തരമുള്ള പാർട്ടിയെ പോലെ എനിക്ക് തൻ്റെ വേവ്സ് വരുന്നുണ്ടല്ലോ. കള്ളത്തരമാണ് സാറേ. എന്താ കള്ളത്തരം? 69,000 റാങ്കാ സാറേ എനിക്ക്. എന്നിട്ട് എനിക്കിവിടെ അഡ്മിഷൻ കിട്ടി. നല്ല കാര്യമല്ലേ സാർ? ഞാൻ ഇനി എന്താ ചെയ്യണം? ഇനി പഠിക്കും സാറേ, ഇനി നല്ല രീതിയിൽ പഠിക്കും, ഉറപ്പാണ്. ഇതിൻ്റെ മറ്റൊരു അനുഭവം SN കോൾ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കോളേജ് പയ്യന്നൂര്. അവിടെ ഒരുവൻ ഇങ്ങനെ പതുങ്ങി വരുന്നുണ്ട്. അവൻ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, വെറുതെ ചോദിച്ചു, നല്ല വിജയം ഉണ്ടായിട്ടും ഇങ്ങനെ പരിങ്ങി വരുന്നത് എന്തിനാ? ശരിയാ സാറേ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ബിടെക്കിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അമ്മയോട് ചോദിക്കണം സാർ. ബിടെക്കിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ ഇനി എന്താ ചെയ്യണം എന്നുള്ളത് അമ്മയോട് ചോദിക്കണം. ഈ പാർട്ടിക്ക് 69,000 റാങ്ക് ആണെങ്കിലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. രണ്ടും ബ്രഹ്മചര്യത്തിൽ വന്നിരിക്കുന്ന അപറേഷൻ ഒന്ന്, മറ്റൊന്ന് വലിയ കുഴപ്പമില്ല. അവൻ ഇപ്പോഴും അറിഞ്ഞൂടാ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് പറഞ്ഞുകൂടാ. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് കാകദൃഷ്ടി ഭഗത്യാനം ശ്വാനനിദ്രാതൈവച അല്പാഹാരം ജീർണവസ്ത്രം ഏതേ വിദ്യാർത്ഥി ലക്ഷണം. നല്ല ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണത്തെക്കുറിച്ച് ചാണക്യൻ പറഞ്ഞിരിക്കുന്ന വരിയാണ്. അതൊന്നും വേണമെന്നില്ല, പക്ഷെ എന്താ പഠിക്കേണ്ടത്, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ലക്ഷ്യം വേണ്ടേ? ഏതിനും അമ്പലത്തിലെ പൂജാരിക്ക് ഒരു ലക്ഷ്യം വേണ്ടേ? നിങ്ങൾ നോക്കുക, ഒരു അഡ്വക്കേറ്റിന് ഒരു ലക്ഷ്യം വേണ്ടേ? ഒരു ജഡ്ജിക്ക് ഒരു ലക്ഷ്യം വേണ്ടേ? ഒരു മുഖ്യമന്ത്രിക്ക് വേണം നിർബന്ധമില്ല ഇപ്പോൾ കണ്ടെടുത്തോളം. അപ്പോൾ ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു ലക്ഷ്യം വേണ്ടേ? ഒരു ലക്ഷ്യവും ഇല്ലാതെ ജീവിക്കുന്നതിൽ എന്താ ജീവിതത്തിന് അർത്ഥമുള്ളത്? ഒരു പട്ടിക്ക് ലക്ഷ്യമുണ്ട് വീട്ടിൽ. അതിൻ്റെ യജമാനൻ വരുമ്പോൾ വാലാട്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് സ്നേഹപ്രകടനം നടത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അത്രയേ ഉള്ളൂ അതിൻ്റെ ലക്ഷ്യം. അതാണ് അതിനെ പട്ടി എന്ന് പറയുന്നത്. അതേ മാത്രം ലക്ഷ്യമുള്ള മനുഷ്യനൊക്കെ എന്ത് പറയും? ചിലരെ വിളിക്കാറുണ്ടല്ലോ. അത് തന്നെയാണ്. അപ്പോൾ ഓർമ്മിക്കാത്തേ ഭൂമി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഒരു മൃഗത്തെ പോലെ ജീവിക്കരുത്. മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഒരു മൃഗത്തെ പോലെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ബ്രഹ്മചര്യം എന്ന വാക്ക് മിസ് ചെയ്തു പോകുന്നത്. എത്ര പ്രായമായ വ്യക്തിക്കും ഏത് വ്യക്തിക്കും ശരിക്കും എന്ത് ഗംഭീരമായിട്ടാണ് നമ്മുടെ പുതിയ പ്രസിഡന്റിൻ്റെ ആ അധികാരം ഏറ്റെടുക്കുന്ന പ്രസംഗം ഉണ്ടായിരുന്നത്. ഇഷ്യൂസ് ആവശ്യമില്ലാത്തതൊന്നും തൊടാതെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോയി. എന്ത് ഗംഭീരമായിട്ടാണ് നോക്കാം. ഇപ്പോൾ ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ സംസാരിക്കുന്നതിന് ഒരു ലക്ഷ്യം ഉണ്ടാവും.